ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് എല്ലാവരും സിമ്പിളായിട്ടുള്ള ഐറ്റംസ് എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളത് ഉണ്ടാക്കണം എന്നല്ലേ ആഗ്രഹിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിനൊരു കറികളുടെ ആവശ്യമില്ല, സാധാരണ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടുന്ന ചെറിയൊരു ബാറ്റർ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതേ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അളവിലാണ് മൈദ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെതിപ്പോൾ 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പൊടി വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമുക്കിത് കടിക്കാൻ കിട്ടാൻ പാടില്ല, പക്ഷെ അതിൻ്റെ ഫ്ലേവർ വേണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടുത്ത ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അത് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റർ ഇല്ലേ അതിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിട്ട് നമുക്ക് ആ ഒരു പറാത്ത നന്നായിട്ട് കിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. മുളക് പൊടി കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കരുത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ ഈ ഒരു പറാത്തയ്ക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇല്ല, അൺസാൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഗീ ഇല്ല, നമ്മുടെ നെയ്യ്, അത് ഇഷ്ടമുള്ളതാണെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമുള്ളത് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, 1 ടേബിൾ സ്പൂണോളം. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബാറ്ററാക്കി എടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു തിക്നെസ് ഇല്ലേ അതിനനുസരിച്ച് ലൂസാക്കി എടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കേണ്ട കേട്ടോ, കുറച്ചായിട്ട് ഒഴിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ടോട്ടലി ലാസ്റ്റ് എത്ര വെള്ളം എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടി നല്ല പെട്ടെന്ന് മിക്സായി കിട്ടുകയും ചെയ്യും, ഒട്ടും തന്നെ കട്ട കാര്യങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സാക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. നമ്മൾ നോർമൽ ദോശമാവൊക്കെ റെഡിയാക്കുന്നില്ല ആ ഒരു സെയിം തിക്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെ. ഓവർ ലൂസാവും വേണ്ട, എന്നാൽ ഓവർ ടൈറ്റ് ആവും വേണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് കിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പറാത്ത റെഡിയാക്കി തുടങ്ങാം. നമ്മുടെ പറാത്ത ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം 1-1.5 സ്പൂണായിട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമ്മുടെ ആ ഒരു പൊട്ടാറ്റോയും കാര്യങ്ങളൊക്കെ എല്ലാ ദോശയിലും എല്ലാ സൈഡിലും ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ പതുക്കി എന്നിട്ട് ചുറ്റിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ടോട്ടൽ 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ എനിക്ക് ഈ ഒരു മാവ് കറക്റ്റ് ആവാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പറാത്തയുടെ മുകൾ ഭാഗം കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ നെയ്യോ ഏതാണോ ഫ്ലേവർ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മുരിഞ്ഞ് കിട്ടും കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് നല്ലപോലെ സെറ്റായതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടിഭാഗത്തും ബട്ടറോ നെയ്യോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ ഒരു 2-3 തവണ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് മൈദയല്ലേ വേവാനുള്ളൂ, ബാക്കി ഉരുളക്കിഴങ്ങൊക്കെ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ നല്ലപോലെ വെന്ത് മുകൾ ഭാഗം മുരിഞ്ഞ് ഇതുപോലെ കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് പാനിന് മാറ്റി വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗാർലിക് ആലു പറാത്ത റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാൻ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കട്ടെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള പറാത്ത റെസിപ്പിയാണ്. എന്നാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറുതായിട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് 1 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ പറാത്ത ചുട്ട് നോക്കുക. എന്നിട്ട് ആ ഒരു ടൈമിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് മറിച്ചിടുന്ന സമയത്ത് മുറിഞ്ഞു പോവോ അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ട് കുഴഞ്ഞു പോവോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എക്സ്ട്രാ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി, ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മുറിഞ്ഞു പോവും കുഴഞ്ഞു പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട കേട്ടോ. കൊള്ളായിന്ന് വിചാരിച്ചിട്ട് മൈദ ഇട്ട് കൊടുത്താൽ മാത്രം മതി.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഞാൻ മൊത്തത്തിൽ റെഡിയാക്കിയിട്ടുണ്ട് ഗാർലിക് ആലു പറാത്ത. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ കറിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒന്നും വേണ്ട, ഇതന്നെ മതി. അപ്പോൾ നമുക്ക് മക്കൾക്ക് ടിഫിനിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ. കുറച്ച് മസാല ഫ്ലേവർ ഉള്ളതാണ്, എന്നാലും ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവുമല്ലോ ഇങ്ങനത്തെ ടേസ്റ്റൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്